ഹോട്ട് വാട്ടർ ഒഴിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പീസ് എടുക്കാം. വെളുത്തുള്ളി, ഓണിയൻ, ടൊമാറ്റോ, 2 ചില്ലി, ഗ്രീൻ ചില്ലി. ജീരകം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞ് വെച്ച് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചൂടായിട്ട് നോക്കാം. വെളുത്തുള്ളി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവോള ആഡ് ചെയ്യാം. ഞാൻ അതിന് മുന്നേ കാഷ്യൂനട്ട് ഇട്ട് ഞാൻ മറന്നുപോയി പറയാൻ. അതിൻ്റെ കൊറിയൻഡർ പൗഡർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. കുറച്ച് ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഒന്ന് ചൂടായ ശേഷം നമുക്ക് തക്കാളി, അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ആഡ് ചെയ്യാം. 1 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ മിക്സായി മാതിരി ഒന്ന് വെന്ത് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ സമയം മറ്റൊരു പാൻ വെച്ച് നമുക്ക് നമ്മുടെ പനീറൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെൻ്റെ ഹോം മെയ്ഡ് പനീറാണ്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ, എന്നാലും കുഴപ്പമില്ല. ഒരു പാൻ നമുക്ക് വെച്ച് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഇട്ടു, കുറച്ച് സിന്നമൺ, ഏലക്കയും എല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം അരച്ച് വെച്ച് നമ്മുടെ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വരുന്നില്ലേ? ഒരു സെക്കൻഡ്. കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചൂടായതിന് ശേഷം ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്യാൻ വെച്ച് നമ്മുടെ ഗ്രീൻ പീസ് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മിക്സ് ആയതിന് ശേഷം നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. മട്ടറെല്ലാം വെന്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് പനീർ ഇട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.